ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്താ പരിപാടി എന്നല്ലേ, മോൻ ഇവിടെ കാത്തിരിക്കുകയാണ്. ഓൺലൈനിലൊന്നും ഞങ്ങളൊരു സാധനം മേടിച്ചിട്ടുണ്ട് കേട്ടോ. അത് തുറക്കാനുള്ള ആകാംക്ഷയിലാണ് മോൻ ഇവിടെ ഇരിക്കുന്നത്. ഈ വീട്ടിൽ എന്ത് സാധനം മേടിച്ചാലും അത് ഓപ്പൺ ചെയ്യാനുള്ള ഏറ്റവും കൂടുതൽ ആഗ്രഹം മോനാണ്. അതുകൊണ്ട് അവനെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ഞങ്ങൾ കൂണ് കൃഷി ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഈ കൂണ് കൃഷിക്ക് ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിക്കും വലിയ പ്രാധാന്യമാണുള്ളത്. ശരിയായ ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നല്ല വിളവ് നമുക്ക് കിട്ടത്തുള്ളൂ. അതായത് ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും അളക്കാൻ പറ്റിയ ഉപകരണമാണിത്. ഇതിൻ്റെ പേരാണ് തെർമോ ഹൈഗ്രോമീറ്റർ. അപ്പോൾ ഈ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും ഒക്കെ നോക്കി കൂണുപുരയിൽ വേണ്ട രീതിയിൽ അത് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ തെർമോ ഹൈഗ്രോമീറ്റർ മേടിച്ചിട്ടുള്ളത്. പിന്നെ ഇത് മേടിച്ച് മാത്രം വെച്ചിട്ടൊരു കാര്യമില്ല. ഇത് നോക്കി നമ്മൾ നമ്മുടെ ആ ഒരു കൂണുപുരയിലുള്ള ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും വന്നിട്ട് മെയിൻറ്റെയിൻ ചെയ്യണേ. അതായത് ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്യുകയോ എല്ലാം ചെയ്യണം. അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഫോഗർ അല്ലെങ്കിൽ മിസ്റ്റ് മേക്കർ ഉപയോഗിക്കാവുന്നതാണ്. ഞങ്ങളൊരു മിസ്റ്റ് മേക്കർ ഓൺലൈൻ വഴി വാങ്ങിച്ചിട്ട് അത് ഞങ്ങൾ തന്നെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ പ്രത്യേകം ഇടാം കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ ചെയ്യുന്ന ചിപ്പിക്കൂണിന് വേണ്ടതായിട്ടുള്ള ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് 70 to 90% ആണ്. അപ്പോൾ ആ ഒരു ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഞങ്ങൾ ഇടയ്ക്കിടെ ഫോഗർ ഓൺ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ടെമ്പറേച്ചറിൻ്റെ അളവെന്ന് പറഞ്ഞാൽ 23 to 28 ഡിഗ്രി സെൽഷ്യസ് ആണ് വേണ്ടത്. അപ്പം ആ ടെമ്പറേച്ചർ അല്ല എങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചൂട് കൂടുതലാണെങ്കിൽ നമ്മൾ നമ്മുടെ കൂണിൻ്റെ ബെഡിൽ വെള്ളം സ്പ്രേ ചെയ്യാം. അല്ലെങ്കിൽ സൈഡിലൊക്കെ ചണച്ചാക്കുകൾ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിട്ട് അതിൽ നമുക്ക് വെള്ളം സ്പ്രേ ചെയ്താലും അതേ എഫക്റ്റ് തന്നെ നമുക്ക് കിട്ടുവേ. സംഭവം എന്തായാലും ഓപ്പൺ ചെയ്തു, അതിനകത്ത് ബാറ്ററി ഇട്ടു, എല്ലാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി ഒന്നും കാണിക്കുന്നില്ല. ഇതെന്താ സെയിം ആയിട്ടിരിക്കുന്നതെന്ന് തോന്നിയപ്പോഴത്തേക്കാണ് മോനൊരു ഐഡിയ പറഞ്ഞു, അമ്മ അതിൻ്റെ മുകളിൽ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, അത് എടുത്താലേ പറ്റത്തുള്ളെന്ന്. അങ്ങനെ അത് കണ്ടുപിടിച്ച് അവനത് ഇളക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ കറക്റ്റ് ടെമ്പറേച്ചറും അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി ഇത് കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വെച്ച് എടുത്ത വീഡിയോ ആണ്. അപ്പം 33.5 ഡിഗ്രി സെൽഷ്യസ് ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി 51% ആണ് കാണിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇതുകൊണ്ടുള്ള ഉപയോഗം നമ്മുടെ ക്ലോക്കിന് പകരം ഇത് ഉപയോഗിക്കാം കേട്ടോ. ടൈമും കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ടൈം നോക്കാം, അതുപോലെ അലാം വെക്കാം. ആ ഒരു ഫെസിലിറ്റിയും കൂടെ ഇതിനുണ്ട് കേട്ടോ. അങ്ങനെ മോൻ ഇവിടെ അതിൻ്റെ ടൈമൊക്കെ സെറ്റ് ചെയ്യുകയാണ്. ഇനി നമുക്കിത് കറക്റ്റ് ടൈമൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ കൂണുപുരയിലൊന്ന് കൊണ്ടുപോയി നോക്കാം. അവിടുത്തെ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയൊക്കെ എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അങ്ങനെ ഞങ്ങളുടെ കൂണുപുരയിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഇതിപ്പം സമയം രാത്രി 8:10 ടെമ്പറേച്ചർ കണ്ടില്ലേ, 27.5 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ. അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി 95% അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ വിശേഷം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരെ എല്ലാവർക്കും നന്ദി.